അപ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. അപ്പം അത് മുഖ്യമന്ത്രി ആണ് അതിൻ്റെ വിലയാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും പറയാം. മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇന്നലെ തുടങ്ങിയതല്ല. പിണറായി വിജയൻ എന്നുള്ള ആളിൻ്റെ ദുരിതാശ്വാസ ഫണ്ടല്ല, മുഖ്യമന്ത്രിയാണ്. ആരാണോ മുഖ്യമന്ത്രി അയാളുടെ. അപ്പോൾ ഏത് ഗവൺമെൻറ് ആണെങ്കിലും ശരി മുഖ്യമന്ത്രിയല്ലേ. അപ്പം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം ഈ കേരളത്തിലുള്ള ആൾക്കാരല്ലല്ലോ സംഭാവന ചെയ്യേണ്ടത്. നമുക്ക് എവിടെ നിന്നാണ് സംഭാവന വരേണ്ടത്? നമുക്ക് പുറം രാജ്യങ്ങളിലാണ് വരേണ്ടത്. അപ്പം അവർ കൊടുക്കുന്ന വലിയ എമൗണ്ട് ആയിരിക്കും. ആ വലിയ എമൗണ്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി അവരൊന്നും കൂടെ ചിന്തിക്കും. സോ ഇങ്ങനെ കേരളത്തിൽ ഇപ്പം അഖിൽമാരാൾ കുറേ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെലിബ്രിറ്റിയാണ്. പുള്ളിക്കാരൻ പറയാണ് അതിൽ കൊടുക്കലും എന്ന് പറയുമ്പോൾ അത് ആൾക്കാരിലോട്ട് കുറേ പേരെങ്കിലും അതൊന്ന് ചിന്തിക്കാം. അപ്പം നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും. കേരളത്തിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതെടുക്കണമെന്ന് വെച്ചാൽ ഒരു 5,000-10,000 രൂപയൊക്കെ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ കൊടുക്കത്തില്ല. എല്ലാവർക്കും 3 വീഡിയോ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഒരു 1,000 to 5,000 റുപ്പീസിനകത്തുള്ള എമൗണ്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ കൊടുക്കത്തില്ല. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് നടക്കത്തില്ല. അല്ലാണ്ട് പുള്ളിക്കാരൻ ഈ പറഞ്ഞതുകൊണ്ട് കൊടുക്കുന്നവർ കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നിൽ ടാക്സ് കാര്യങ്ങൾ, ഇൻകം ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സംഭാവനകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതെല്ലാം ആ ഒരു ലെവലിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവരൊക്കെ സംഭാവന കൊടുക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഫണ്ട് വരാൻ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ തടസ്സമുണ്ടാകും. അത് ഉറപ്പാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണക്കാരും ചിന്തിക്കും. ഇപ്പം പോയി ആലോചിച്ചേ ഇതെല്ലാം പറ്റിപ്പാണോ? നമ്മുടെ ഗവൺമെൻറ്റിനെയൊക്കെ ഒറ്റയടിക്ക് അങ്ങനെ തള്ളി പറയുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അച്ഛൻ തെറ്റുകാരനാണെങ്കിലും കുറ്റക്കാരനാണെങ്കിലും ശരി പബ്ലിക്കലി വന്ന് പറയാതിരിക്കുക. എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് അഖിൽമാരാണ് പറയുന്നത്. നമ്മളെപ്പോലെ ഒരു സാധാരണ ഒരു ആളായിട്ട് നിന്ന് വളരെ കഷ്ടപ്പെട്ട് വളരെ പാടുപെട്ട് ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയ ഒരാളാണ്. പൊസിഷനിലോട്ട് എത്തുക എന്നുള്ളത് പാടാണ്. പക്ഷേ അതിലും വലിയ പാടാണ് ഈ പൊസിഷൻ നിലനിർത്തുക എന്നുള്ളതാണ് സർവൈവൽ സംഭവം. സർവൈവ് ചെയ്യുക എന്നുള്ളത് പൊസിഷൻ നിലനിർത്തുക. അതിന് എന്ത് വേണം? അതിന് പ്രോപ്പറായിട്ടുള്ള മണി വേണം. ഇപ്പോൾ ഈ പൊസിഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് കാറാവും, വീടാവും, നമുക്ക് സംഭവങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവും. ഇതിനൊക്കെ ഒരു മന്ത്ലി ഇത്ര ഒരു എമൗണ്ട് ആവും. ഈ എമൗണ്ട് എനിക്ക് തോന്നുന്നു അഖിൽമാരോട് എനിക്കറിയാം ബിസിനസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നാണ്. സോ ഈ സെലിബ്രിറ്റി ഈ സംഭവം വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ്റെ ഇൻകം. അപ്പം അത് നിലനിർത്തണം എന്നുള്ളത് അയാളുടെ ആവശ്യമാണ്. അപ്പം അതുപോലുള്ള ഇതിലോട്ട് നിലനിൽക്കുകയും ഇപ്പം നിങ്ങൾ ഇത്രയും പേര് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും അതുവഴി പുള്ളിക്കാരനോട് ചോദിക്കും പിന്നെ റോക്കി ഇങ്ങനെ പറഞ്ഞില്ല എന്താണെന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഇഗ്നോർ ചെയ്യാം. ചിലപ്പം പുള്ളിക്കാരൻ ഇഗ്നോർ ചെയ്യും, മാക്സിമം ഇഗ്നോർ ചെയ്യും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി എന്നുള്ളത് ആരാണ്, അവന് ഞാൻ എൻ്റെ ലെവൽ ഏതാണ്, റോക്കിയുടെ ലെവൽ ഏതാണ് എന്നുള്ള ഒരു രീതി കൊണ്ട് ചിലപ്പോൾ മറുപടി പറഞ്ഞില്ലെന്നും വരാം. മനസ്സിലായോ? ചോദ്യമുണ്ട് ബ്രോ, ചോദ്യമേ ഉള്ളൂ ബ്രോ. നമുക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാം ബ്രോ. ഒരു സംഭവം ഒരു ഒരു കുഴി കിടക്കുകയാണ്, നമുക്ക് എപ്പോഴും ഇവിടെ കുഴിയുണ്ട് എന്ന് ആർക്കും പറയാം. പക്ഷേ ആ കുഴി ഉണ്ട്, അത് അടച്ചിട്ട് പോകുന്നവനാണ് യഥാർത്ഥ ഹീറോ അല്ലേ? അതുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കാം, അതെല്ലാവർക്കും പറ്റും. പക്ഷേ അതിൻ്റെ ആ കറക്ഷൻ തിരുത്തുക എന്നുള്ളതാണ് പാട്. അതിൽ ഈ ലാസ്റ്റത്തെ ഒരു വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു ഈ ബിഗ് ബോസ് സീസൺ 6 ഈ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺട്രവേഴ്സി. എല്ലാവരും അങ്ങനെ ചെയ്യണം, പൈസ കൊടുത്ത് പോയതാണ് ആരോപണം ഉന്നയിച്ച് ഇനി ഇത് അന്വേഷണം വരാൻ പോകുന്ന ഏഷ്യാനെറ്റ് പൂട്ടും മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഇതുണ്ടാക്കി, എത്ര ഇൻ്റർവ്യൂ വെച്ച് പുള്ളിക്കാരന് കിട്ടി. എന്നിട്ട് ഒരു ആക്ഷൻ എടുത്താ ബ്രോ. ബിഗ് ബോസ് സീസൺ കഴിഞ്ഞു ബ്രോ. ഇത് ആർക്കാണ് ബ്രോ നേട്ടം? ആർക്കാണ് നേട്ടം? അപ്പോൾ അടുത്തെന്താണ്? ഇത് ബ്രോ ഇനി മുല്ലപ്പെരിയാറിൻ്റെ സംഭവം ആണ് പുള്ളിക്കാരൻ പറയേണ്ടത്. സോ ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. സോ അതിന് നിങ്ങൾ സേവ് മുല്ലപ്പെരിയാർ എന്നുള്ളൊരു ക്യാമ്പയിൻ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അല്ല, ഇപ്പോൾ വെറും പബ്ലിസിറ്റി വേണ്ടി മാത്രം, അതിന് കിട്ടുന്ന എമൗണ്ടിന് വേണ്ടി മാത്രമാണോ അങ്ങനെ ചെയ്യണമെന്നാണ് തോന്നുന്നത്? 100% നല്ല തിങ്കിങ്, അതായത് കുറച്ചുകൂടെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, ഒരു ഫ്യൂച്ചറുള്ള മനുഷ്യനാണ്, ഭാവിയിലൊരു മുഖ്യമന്ത്രി ആകാനുള്ള ചാൻസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അഖിൽമാരാർ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, സംസാരിക്കാൻ ഒരുപാട് കഴിവുള്ള ആളാണ്. സോ അത്തരത്തിൽ സംസാരിക്കുന്ന ആളാണ് ബ്രോ. സംസാരിക്കുന്നവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സംസാരിക്കുമെന്ന് നമുക്ക് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓഡിയൻസിനെ അല്ലാതെ എവിടെയെങ്കിലും കയറിയിരുന്ന് സംസാരിക്കുമ്പോൾ എഴുതി വെച്ച് പഠിച്ച് സംസാരിക്കുമ്പോൾ അത് കറക്റ്റ് സംസാരം ആവത്തില്ല. ഓഡിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സംസാരത്തിലൂടെ? 100% ടോട്ടൽ മാനിപ്പുലേഷൻ ബ്രോ. തെറ്റിദ്ധരിപ്പിക്കൽ, അതായത് എന്താ പറയാ, ഇപ്പം ഞാനും നിങ്ങളും കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണ്.
നിങ്ങൾ രണ്ടുപേരും ശക്തരാണെന്ന് വെച്ചോ, എനിക്ക് ആ സാധനം കിട്ടൂല എന്ന് എനിക്കറിയാം. കാര്യം നിങ്ങൾ രണ്ടുപേരും ശക്തമായിട്ട് എനിക്ക് തോൽപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങൾ എന്നെക്കാളും കിടിലങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് എൻ്റെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമാൻ്റെ അടയാളം എന്ന് വെച്ചാൽ എതിരാളികളെ ചേർത്ത് പിടിക്കുക, കൂട്ടുപിടിക്കുക. എന്നിട്ട് എതിരാളികളോടൊപ്പം സഞ്ചരിക്കുകയും നൈസ് ക്വാളിറ്റിയിൽ അവിടെ നേതാവുകയും ചെയ്യുക. നൈസ് ക്വാളിറ്റി അതൊരു ടെക്നിക്കാണ് ബ്രോ, അതൊരു ട്രിക്കാണ്. അത് അറ്റൻഷൻ സീക്കർ എന്നുള്ള ഒരു സംഭവമുണ്ട്. നമുക്ക് എങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ടാവും. അതനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ഈ ഓഡിയൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം അഖിൽമാരാരല്ല, ഇപ്പം ബിഗ് ബോസ് വിന്നർ ആയി കഴിയുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പറ്റം ഓഡിയൻസ് ഉണ്ട്. അപ്പം ആ ഓഡിയൻസിനോട് റോക്കി ഭായിക്ക് എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ കാണുന്നില്ലേ അതിൽ ശരി അത് തെറ്റാണെന്ന് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊന്നും പറയാനില്ല ബ്രോ. പറഞ്ഞതുകൊണ്ടിട്ട് എന്ത് സംഭവിക്കാൻ അല്ലേ? ഇപ്പം എന്നെ ഇതിന് താഴെ വന്നിട്ട് എന്നൊക്കെ പറയാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കമൻറ്റ് ഇട്ടിട്ട് പോകും. എനിക്കൊന്ന് കമൻറ്റ് കൂടുമ്പോഴായിരിക്കും വൈറലാവുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് നിന്നാണ് ഇപ്പോൾ പോസിറ്റീവ് ഉണ്ടാവുന്നത് ബ്രോ. ഫസ്റ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും, പിന്നെ അവിടെ നിന്ന് പോസിറ്റീവ്. ആർക്കാണ് പോസിറ്റീവ് ഉണ്ടാവുക? ആ നെഗറ്റീവ് ഉണ്ടാക്കിയ ആളാണ്. ഇതാണ് ഞാൻ പറയാൻ പോകും. ഈ കുപ്പിയുടെ കേസില്ല, കുപ്പിയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എനിക്ക് കിട്ടിയത്. അവിടെ നിന്ന് കിട്ടിയത് ട്രോഫി ലക്ഷ്യം വെച്ച് പോയ ഒരാളാണ് ഞാൻ. അത്രത്തോളം ഡെഡിക്കേഷൻ കൊടുത്ത് പോയ ഒരാളാണ്. അപ്പം എനിക്കത് അവിടെ നിന്ന് കിട്ടിയ പ്രീഷ്യസ് ആയിട്ടുള്ള സാധനം ഞാനതിന് ഇത് എൻ്റെ അപ്പൻ്റെ കുടയാണ്, ഇതിന് ഞാൻ 1 കോടി തന്നാലും കൊടുക്കത്തില്ല എന്ന് പറയുമല്ലോ, അതുപോലെ പറഞ്ഞതാണ് ഞാൻ. അവന് ആ പോഷൻ മാത്രം കട്ട് ചെയ്ത് റോക്കി കുപ്പി 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം, ചിലപ്പോൾ ഞാൻ അതേ കുപ്പി തന്നെ ചിലപ്പോൾ 1 കോടി രൂപയ്ക്ക് വിറ്റെന്ന് വരാം. കാര്യം എൻ്റെ ലെവൽ അപ്പ് ആകുമ്പോഴത്തേക്ക് ഞാൻ ലെവൽ അപ്പായി നാളെ വലിയൊരു ലെവലിലോട്ട് എത്തുമ്പം ചിലപ്പം ഈ കുപ്പി തന്നെ ഞാൻ ഓഷന് വെച്ചിട്ട് ചിലപ്പോൾ 1 കോടി രൂപ വിൽക്കും ഞാനത്. അപ്പം അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയണോ എൻ്റെ അടുത്തൊന്ന് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, എൻ്റെ നെഗറ്റീവ്. അപ്പം നിങ്ങൾക്ക് അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. എൻ്റെ പോസിറ്റീവ് നിങ്ങൾക്ക് എനിക്ക് ഞാൻ പറഞ്ഞു തന്നാൽ പറയും, പൊങ്ങച്ച പറഞ്ഞു. എൻ്റെ നെഗറ്റീവ് പറഞ്ഞുതരാൻ പോകും. നിങ്ങൾ പറയുന്ന കാര്യമൊന്നുമല്ല, പഴയ കാര്യങ്ങളുണ്ട് പറയാൻ. ഈ അഖിൽമാരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞത്, ഇപ്പം നമ്മൾ സംസാരിച്ചു വിട്ടു. പക്ഷെ അയാളിപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിൻ്റെ തൊഴിലാശം അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് ഈ പോസ്റ്റ് ഇട്ടത്? അത് ഇന്നലെയാണ് തോന്നുന്നത്. മറ്റേ പോസ്റ്റ് വന്നത് എത്ര ദിവസമായി? പേടിച്ചിട്ടാണ്. ഒരാഴ്ചയായോ? അല്ലല്ല, പേടിച്ചിട്ടല്ല. അത് ഇപ്പം ഈ പോസ്റ്റ് പേടിച്ചിട്ട് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുക. നമ്മൾ വായിന്ന് പോയ കാര്യം ഇത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഗവൺമെൻറ് തലത്തിൽ നടത്തുന്ന കാര്യമാണ്. ഇത് നമ്മൾ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്കുള്ള ബുദ്ധിയോ അത്രയ്ക്കുള്ള കാര്യങ്ങളോ ഒന്നും പുള്ളിക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സർക്കാരിൻ്റെ ഒരു സംഭവം നടത്തുന്നത് അത് വലിയൊരു ടീമാണ്. IAS ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന മന്ത്രി MLA മാരടങ്ങുന്ന വലിയൊരു ടീമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാലൊക്കെ ടോപ്പാണ് ഇന്ന ആളെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചു, ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മോട് പിടിച്ചു നിൽക്കണ്ടേ ബ്രോ? ജീവിത ചെലവുകളുണ്ട് ബ്രോ അല്ലേ? പിടിച്ചു നിൽക്കണ്ടേ? മണി അത്രേ ഉള്ളൂ. ഈ അവസാനമായിട്ട് വയനാട്ടിലെ ദുരിതം ബാധിച്ചവർക്ക് റോക്കി ഭായ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റോക്കി ഭായ് അത് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും സഹായിക്കുക. ഞാനും സഹായിച്ച കാര്യങ്ങളൊന്നും വിളിച്ച് പറയുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് പബ്ലിസിറ്റി കാണിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയിട്ട് ഞാൻ ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് ഒരു 2 മില്യണിനുള്ള ഇൻസ്റ്റാഗ്രാം എനിക്ക് വാങ്ങാമായിരുന്നു. ആൾക്കാർ എൻ്റെ പുറകെ വന്നു, ഞാൻ വാങ്ങിയില്ല. ഞാൻ വീണ്ടും ഒരു ഇൻസ്റ്റാഗ്രാം ആയിട്ട് തുടങ്ങി. അസി റോക്കി ഒഫീഷ്യൽ, അതാണ് അതിൻ്റെ. ഐ തിങ്ക് ഒരു 123 ആൾക്കാരെന്തോ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ 120K അക്കൗണ്ടാണ് പോയത്. അത് ആൾക്കാർ കയറി റിപ്പോർട്ടോ ഫേക്കോ അതിലൊക്കെ അടിച്ച് നശിപ്പിച്ച് ഞാൻ അതിൻ്റെ പുറകെ പോകാൻ വേണ്ടി ശ്രമിച്ചില്ല. കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊന്നും കൊണ്ട് ജീവിക്കുന്ന ആളല്ല. ഞാൻ നിങ്ങളെ പോലെ ഇറങ്ങി പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. പണിയെടുത്താൽ എൻ്റെ കയ്യിലുണ്ട് വരുന്ന വിഷയം. ഓക്കെ, അപ്പോൾ റോക്കിക്ക് എല്ലാവിധ വിജയം ഉണ്ടാവട്ടെ. കറക്റ്റാണ്. നമ്മൾ സംസാരിച്ചപ്പോൾ